കുളിച്ചൊരുങ്ങണ്ടേ? എല്ലാരും പുറപ്പെടാൻ നിൽക്കുക. വാ. നരേന്ദ്രനൊരു ട്വിൻ ബ്രദർ ഉള്ള കാര്യം നന്ദയ്ക്ക് അറിയില്ലായിരുന്നു. എനിക്കൊക്കെ അയാളുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു പറയരുതെന്ന്. ഒരു സസ്പെൻസ് ആയി കീപ്പ് ചെയ്യാൻ. ഇങ്ങനെ ഐഡന്റിക്കലായ ഒരാളുണ്ടാവുമ്പോ നന്ദയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവും. എന്തിനാ, നമുക്ക് പോലും ഒരു നിമിഷം. പോയി വരൂ മോളെ. നന്ദ, കാ. ഉണ്ണി എന്താ ഇവിടെ വന്ന് കിടക്കണേ? വല്യമാവനോട് അന്വേഷിക്കണ്ടായിരുന്നു. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, അമ്മയ്ക്കൊരു നെഞ്ചരിച്ചല് പോലെ വന്നു. ഞാൻ കൃഷ്ണവൈദ്യരെ കണ്ട് വിവരം പറഞ്ഞു. ഒറ്റ ഗുളികയിൽ ആശ്വാസമായി പോയി. വായുവിന്റെ ആണേ. മനസ്താപം കൂടുമ്പോ വായു കയറുന്ന. ഡോക്ടറെ കൊണ്ടുവരണോ? ഏയ്, എന്തിനാ? അത് വന്ന പോലെ പോയില്ലോ. ഓ, എന്താ വിങ്ങല്. ഒരു നല്ല മഴ കിട്ടിയിരുന്നെങ്കിൽ. എന്നാലും ഉള്ളിലെ വിങ്ങല് മാറുമെന്നാണ് നേരെ. വീട്ടിലിരിക്കാൻ വയ്യ, അതാ ഇറങ്ങി നടന്നത്. മനസ്സിലിപ്പോഴും തികട്ടി വരിക നന്ദയുടെ മുഖം. പറയല്ലേ എന്റെ കുട്ടിയെ. നെഞ്ച് കലങ്ങിപ്പോയി ആ കുട്ടിയെ കണ്ടപ്പോ. ആരുടെ സങ്കടം അത്ര വരില്ല. അതിന് പോയതൊരു ജീവിതല്ലേ. അവസാനായിട്ട് വന്നപ്പോ ശ്രദ്ധിച്ചിരുന്നില്ലേ? നിലത്തൊന്നും ആയിരുന്നില്ല ആള്. പതിവില്ലാതെ എന്നെയും വിളിച്ച് ഭഗവതിയുടെ അമ്പലത്തിൽ പോയി നേർച്ചയും വഴിപാടൊക്കെ ധാരാളം നടത്തുകയുണ്ടായി. പൂവ് ഇരട്ട സൂര്യന്മാരെ പോലെ രണ്ട് ആൺമക്കള്. ഏത് മൂർത്തിക്കാണാവോ അമ്മയോട് അസൂയ തോന്നിയത്? രണ്ടിലൊരാളുടെ ജീവൻ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്റേതങ്ങ് എടുക്കായിരുന്നില്ലേ? ദീപം കൊണ്ടുവരുമ്പോ ഒന്ന് പറഞ്ഞുകൂടെ കുട്ടി? പടിഞ്ഞാറുന്നായല്ലോ. ഇത്ര കാലമായിട്ട് അറിഞ്ഞൂടാ നിനക്ക്? കണ്ടില്ലായിരുന്നു മുറ്റത്തുള്ളത്. എന്ത് കണ്ടില്ലായിരുന്നു? പോഴത്തരം കാണിക്കുകയും ചെയ്തിട്ട് കാവൽ എതിരി വെച്ചോ? വെക്കാൻ പോവാണ്. ഇരുട്ടാവാൻ നിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഓ, എന്തെങ്കിലും അനർത്ഥം തിസന്തിക്ക് ഉണ്ടാക്കി ഇറങ്ങും. വീഴ്ച നിൽക്കാണ്ട് ചെല്ലു കുട്ടി. താൻ എവിടെ പോയിരുന്നോ? വെറുതെ ഒന്ന് പുറത്തിറങ്ങി. ഇരുട്ടയച്ച എന്തെങ്കിലും വെളിച്ചം കൈ കരുതണോടോ. ഉഷ്ണസഞ്ചാരം കിട്ടിയ എഴജന്തുക്കൾ ഇറങ്ങുന്ന സമയാ. ആരോട് പറയാൻ? കണ്ണും പൂട്ടിയുള്ള നടപ്പല്ലേ എല്ലാരും. ഒരു കാര്യത്തിലില്ലല്ലോ സൂക്ഷ്മത. ആ നാണു അവിടെ പാടത്ത് പോയിരിക്കുക വെള്ളം തുറന്നുവിടെ. അയാളുടെ ആവശ്യം വരുമല്ലോ. പടിഞ്ഞാറുന്ന് ആരോ പുറപ്പെട്ടിരിക്കണോ? ലക്ഷണം കാണുന്നുണ്ട്. എന്താ ഉണ്ണി, ആര് വരുന്ന വല്യേട്ടൻ പറഞ്ഞ? ലക്ഷണം ഉണ്ടത്രേ. പടിഞ്ഞാറ് നേരം വിഷം തിന്നിട്ട് വരണുണ്ടെന്ന്. ഈശ്വര, സമയം തെറ്റിനും എത്തിക്കാൻ പറ്റണേ. ചെറിയമ്മ കിടന്നോ? ആ കല്യാണി ഉറങ്ങിയിട്ടില്ല. ഇടയ്ക്കെങ്ങാൻ എണീറ്റ് ഞാൻ കിടക്കണടത്തില്ലാന്ന് കണ്ട. എന്താ ഉണ്ണേട്ടാ? ഒന്നുമില്ല മോളെ. ഉള്ളിലെ ഭാരം ഒന്ന് കരഞ്ഞു തീർക്കാൻ കൂടെ കഴിയണില്ലല്ലോ. എല്ലാവർക്കും ധൈര്യം കൊടുത്ത് താങ്ങി നിർത്തി ഉണ്ണിയേട്ടൻ ഇങ്ങനെ തുടങ്ങിയാലോ? ഇപ്പൊ ഉണ്ണിയേട്ടന് എല്ലാവർക്കും ഒരു ആശ്വാസം. ഒരിക്കലും തളരരുത്. ഉണ്ണിയേട്ടൻ അങ്ങനെ വിളിക്കുമ്പോഴാ എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടെന്നുള്ളത് ഓർമ്മ വരിക.
ബാക്കി എല്ലാവർക്കും കുട്ടിയാണല്ലോ. നിനക്ക് മടുത്താ മോളെ ഈ എച്ചിൽ പാത്രങ്ങൾക്കിടയിലുള്ള ജീവിതം? ഒരിക്കലും ഇല്ല ഉണ്ണിയേട്ടാ. എനിക്കൊരു ജീവിതം തന്നത് ഈ വീടല്ലേ. അമ്മയുടെ സഞ്ചയനം കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു പോയപ്പോ ദ്രവിച്ച് നിലം പറ്റാൻ തുടങ്ങിയ വീടും കണ്ണു കാണാൻ വയ്യാത്ത മുത്തശ്ശിയും വിട്ട് നാണനായരുടെ കൂടെ പടിയിറങ്ങുമ്പോ ഞാനൊന്നും ആശിച്ചിരുന്നില്ല. പക്ഷേ കാത്തിരുന്നത് ഭാഗ്യം തന്നെയാ. ഒരു വേലക്കാരി എന്നുള്ള നിലയ്ക്ക് ആരും കണ്ടിട്ടില്ല, നല്ല വാക്കേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ മാണിക്യം, ഇതാ ഇപ്പോഴത്തെ സന്തോഷം. അതുപോലെ പേടിയും. ഇനിയും മാറിയില്ല പേടി? ഇപ്പൊ തന്നെ ആരേലും വന്ന് കണ്ടാ നാളെ നേരം വെളുക്കില്ല. പിന്നെ എന്റെ സ്ഥാനം പടിക്ക് പുറത്താവും. പടിക്ക് പുറത്തുള്ള ലോകത്തേക്ക് നിന്നെ തനിച്ചയക്കോ? വല്യമ്മാവന്റെ മുഖത്ത് നോക്കി ഇതങ്ങ് പറയാൻ ധൈര്യക്കുറവുണ്ട് എന്നുള്ള നേരാ. എന്നാലും അപ്പു ഏറ്റതായിരുന്നു എല്ലാം ശരിയാക്കിക്കൊള്ളാന്ന്. ദൂരെയുള്ള ഏതോ ലോകത്തിരുന്ന് അനുഗ്രഹവും ശക്തിയും തരും. എന്താ തീണ്ടിയത്? കണ്ടോ വല്ലവരും? വെള്ളിക്കെട്ടനാ പറഞ്ഞു. ആര് പറഞ്ഞു? വെള്ളിക്കെട്ടനോ? കണ്ടവര് പറഞ്ഞു. കണ്ടവരുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്ക. എവിടെ നാട്? കൂറ്റനാട്. അവിടെ ഒന്നും നല്ല ജാതി പാമ്പുകളില്ലല്ലോ. പാണജാതിപ്പെട്ട വല്ലതായിരിക്കും. വല്ല മഞ്ഞച്ചേരിയോ പച്ചിലപ്പാമ്പോ. ആ എത്തിയോ? ഇക്കണ്ട നേരമൊക്കെ എന്തും കാത്തിരിക്കായിരുന്നു. ഇന്നലെ സന്ധ്യക്കല്ലേ തീണ്ടിയത്? ചിലര് ചേർന്ന് അയനിക്കാട്ട് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ആ. രാത്രി ഒത്തിരി കഴിഞ്ഞിരുന്നു. അപ്പോഴാ വൈദ്യര് പറയണത് നേരത്തോടെ നേരം കഴിഞ്ഞാൽ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. പിന്നെ അപ്പൊ തന്നെ എടുത്തു. ഓരോ മുറിവൈദ്യന്മാര് കൈയൊഴിയുമ്പോഴാണല്ലോ ഇവിടുത്തെ കാര്യം ഓർമ്മിക്കുക. ഇവിടെയാ കടിയേറ്റത്. കീറി ചോര ഒത്തിരി കളഞ്ഞു. വെള്ളിക്കെട്ടൻ അല്ല മറന്നിരിക്കണോ? ആണുവേ, 10 ഏപ്രിലേക്ക് കടത്തിക്കോളൂ. കുറച്ചു നേരം അങ്ങനെ കിടക്കട്ടെ. കണ്ണ് തുറക്കുമ്പോ ആ ഗുളിക നിന്നും മരുന്നും കൂടെ കൊടുത്താൽ മതി. ശരി. ഉച്ചയാവില്ല നടത്തിക്കൊണ്ട് പോവാ. ഓ. ഉം? ഉം. ഉണ്ണി അങ്ങാടിയിലേക്കാ? അതെ, കുഴമ്പിന്റെ കാര്യമല്ലേ പറയാൻ പോണേ, മറക്കില്ല. അതല്ല, ഒരു ഇൻഡന്റ് വാങ്ങിയിട്ട് വരണം. എന്നിട്ട് നീ തന്നെ വേണമെന്ന് എഴുതാൻ മുത്തശ്ശി പറഞ്ഞുതരാം. ആർക്കാ മുത്തശ്ശി? ബാംഗ്ലൂരെ മോക്ക്. അതിന്റെ വിവരം എന്താണെന്നൊന്ന് അറിയണം. അതിനെ അങ്ങനെ മറക്കാൻ പാടുണ്ടോ നമ്മള്? ശരിയാ, ഞാൻ മറക്കാതെ കൊണ്ടുവരാം. താനെങ്ങടാ? 1-2 പേരെ കാണണം. ഒന്ന് ബ്ലോക്ക് ഓഫീസിലും കയറണം. പുറത്തിറങ്ങാൻ മനസ്സുണ്ടായിട്ടല്ല, ഞാൻ തന്നെ ചെന്നേ പറ്റൂ. കമ്പിയുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD തരകൻ അയച്ചിരിക്കുന്നേ. അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ചെന്ന് മൊഴി കൊടുക്കണത്രേ. പേരിനൊരു ഫോർമാലിറ്റി. ആക്സിഡന്റ് ആയിരുന്നുള്ള ഉറപ്പാണ്. നമുക്ക് പോയിട്ട് പരാതിയൊന്നുമില്ല. പിന്നെ നരേന്ദ്രന്റെ കുറെ സാധനങ്ങൾ കിടപ്പുണ്ട്, അതെല്ലാം കൊണ്ടുവരണം. എന്താടോ ചെയ്യാ? താനൊന്ന് പോവോ? ഞാൻ പോവാം. പാലക്കാട് വരെയല്ലേ കഷ്ടി പോയിട്ടുള്ളൂ. അതിനപ്പുറം കിടന്നാ കുഴങ്ങോ? രാത്രി വണ്ടിക്ക് പോയാ അവിടെ എത്തുമ്പോ നാളെ രാവിലെ തന്നെ അങ്ങ് എത്തില്ലേ? വരണ വിവരം തരകനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പോവാ. ആ, അയാൾ സ്റ്റേഷനിൽ എത്തിക്കോളും. എന്നാലേ പുറത്തിറങ്ങേണ്ടു. പരിചയമില്ലാത്ത സ്ഥലമല്ലേ? ഞാൻ പറഞ്ഞത് ഉണ്ണി മറക്കണ്ട. നന്ദമോളെ ഒന്ന് കാണണം. അവളുടെ വിലാസം തരകന്റെ ഉണ്ടാവും. ആരും ഇല്ലാത്ത കുട്ടിയല്ലേ, ഒരു തന്തയുള്ളത് ഇല്ലാത്തതിന് തുല്യാന്ന് അവൻ പറഞ്ഞിരുന്നേ. തീവണ്ടി ആഫീസിൽ ഒരു മല്ലയുദ്ധം കഴിഞ്ഞു. സീറ്റ് ഉറപ്പായോ? ഉറപ്പാക്കി. അത് മതി. ആ മാനാട്ടൊരു വിദ്വാൻ അവിടെ ജോലിയിലുണ്ടല്ലോ. ദാ. പിന്നെ എന്താന്നാണ് നേരെ കയ്യില്? ഏയ്, അതൊരു എന്താ അത്? അതെ, തോർത്തുകൊണ്ടാ. ആ ചെട്ടിയാരുടെ കട കണ്ടപ്പോ ഒന്ന് വാങ്ങിയതാ. കാണട്ടെ, ഇങ്ങ് തരിക. കാണാൻ മാത്രമൊന്നുമില്ല. അല്ല, നോക്കട്ടു. ആയ്, കാൽസറായി. എന്താണ് ഒത്തിരി പരിഷ്കാരമൊക്കെ ആവാന്ന് വെച്ചത്?
നാണുകാര് പറഞ്ഞിട്ടാ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നല്ലേ. കുറച്ചിലല്ലേ ഈ ഒറ്റമുണ്ട് കൊടുത്തോണ്ട് ഓരോ സ്ഥലത്ത് കയറിച്ചില്ല എന്ന് പറഞ്ഞാൽ അതും ബാംഗ്ലൂരേ. അതിട്ടുണ്ടാ യാത്ര? ഏയ് അവിടെ ചെന്നിട്ട് ആ അത്താഴം എന്താ കഴിക്കാൻ നോക്കുക പുറപ്പെടണ്ടേ?